ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഒരു ബ്രൗണി റെഡിയാക്കി എടുക്കാം. ചോക്ലേറ്റ് ബ്രൗണിയാണ് ഇന്ന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഒരു സ്റ്റീലിൻ്റെ ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കാം. ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാനായിട്ട് പാടില്ല. ഈ ഡാർക്ക് കോമ്പൗണ്ട് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ടാണ്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ബൗളിനേക്കാളും വലിപ്പം കുറഞ്ഞൊരു ബൗളിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ച് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ഈ ബൗള് നമുക്ക് ഇതിന് മീതെ വെച്ച് കൊടുക്കാം. ഫ്ലെയിം ലോ ഫ്ലെയിമിൻ്റെയും മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ അടിയിൽ വെച്ച് കൊടുക്കുന്ന പാത്രത്തിലെ വെള്ളം തിളയ്ക്കുമ്പോൾ നമ്മൾ മീതെ വെച്ച പാത്രത്തിൽ മുട്ടാനായിട്ടും പാടില്ല. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. കുറച്ച് സമയം ഇളക്കാതെ വെച്ച് കൊടുക്കാം. ഡാർക്ക് കോമ്പൗണ്ട് മെൽറ്റായി തുടങ്ങുമ്പോൾ നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് 100 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം. നമ്മൾ 150 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 100 ഗ്രാം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നന്നായിട്ട് മെൽറ്റായിട്ട് വരണം. എപ്പോഴെപ്പോഴും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ട് മെൽറ്റായി വരുമ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ഒട്ടും തന്നെ കൂട്ടി വയ്ക്കരുത്. അപ്പോൾ സ്റ്റീമെല്ലാം വന്നിട്ട് നമ്മുടെ ചോക്ലേറ്റിലേക്ക് വെള്ളത്തിൻ്റെ അംശം വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ മെൽറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് കറക്റ്റായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് ചൂടാറിയിട്ട് വേണം നമുക്ക് ഇതിലേക്കുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഡാർക്ക് കോമ്പൗണ്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബൗളിലേക്ക് തന്നെ ഡാർക്ക് ചോക്ലേറ്റ് കുറച്ച് ഇട്ട് കൊടുക്കാം. അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നേരത്തെ വെച്ച് കൊടുത്ത പോലെ തന്നെ വെള്ളത്തിന് മീതെ വെച്ച് കൊടുത്ത് ഇത് മെൽറ്റ് ചെയ്തെടുക്കാം. ചെറുതായിട്ട് മെൽറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ ഇളക്കി കൊടുക്കുക. ഫ്ലെയിം കുറച്ച് തന്നെ വെച്ച് കൊടുക്കുക. നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റും നന്നായിട്ട് മെൽറ്റായി വന്നു തുടങ്ങിയിട്ടുണ്ട്. കട്ടകളെല്ലാം നന്നായിട്ട് മെൽറ്റായി കിട്ടുന്ന വരെ മെൽറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഡാർക്ക് കോമ്പൗണ്ട് ഇവിടെ മെൽറ്റ് ചെയ്തെടുത്തത് ചൂടാറിയിട്ടുണ്ട്. ഇതിന് മീതെ നമുക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് ഇതിലേക്ക് 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 250 ml കപ്പിലാണ് മെഷർ ചെയ്യുന്നത്. 1/4 കപ്പ് മൈദയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 3.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മാത്രം ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ കേക്കിൻ്റെ പോലെ സോഫ്റ്റ് ആയിട്ടല്ല ബ്രൗണി ഉണ്ടാവുക, കുറച്ച് ഹാർഡായിട്ടാണ്. അപ്പോൾ 1/2 ടീസ്പൂൺ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് അരിച്ചെടുക്കാം. സ്പൂൺ കൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് അരിച്ച് ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. സ്പാച്ചിൽ വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. രണ്ടും നല്ലതുപോലെ മിക്സ് ആയതിനു ശേഷം വേണം നമ്മുടെ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി റെഡിയാക്കി എടുക്കാനായിട്ട്. നമ്മൾ ഇതിലേക്ക് പഞ്ചസാര പൊടിച്ച് ചേർക്കുന്നില്ല. നമ്മൾ പാലിലാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1/4 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് പാലും എക്സ്ട്രാ 1 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചു കൊടുത്തതാണ്. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ പാലും പഞ്ചസാരയും കൂടി നന്നായിട്ട് തിളപ്പിച്ച് പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി കിട്ടണം. പഞ്ചസാര മെൽറ്റായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് വെക്കാം. ചെറിയ ചൂടോട് കൂടിയിട്ട് വേണം നമ്മളിത് ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. നല്ല ചൂടോട് കൂടി ഒഴിച്ചു കൊടുക്കരുത്, ചെറിയ ചൂടോട് കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുക. കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. ഒരുമിച്ച് അങ്ങ് ഒഴിച്ചു കൊടുക്കരുത്. ഒരുമിച്ച് ഒഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ ലൂസായിട്ട് പോകും. അപ്പോൾ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി റെഡിയാക്കി എടുക്കുക. ഇനിയിപ്പോൾ 1/4 കപ്പ് പാലും 1 ടേബിൾ സ്പൂൺ പാലും കൂടിയാണ് എടുത്തിട്ടുള്ളത്.
ആദ്യം പകുതി ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് നോക്കുന്നുണ്ട്. ഇത് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചൊരു സ്പീഡിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ച് നോക്കാം. കണ്ടില്ലേ, ഇതുപോലെ വിട്ടു പോവാതെ കറക്റ്റായിട്ട് വരണം. ഇതാണ് കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി. ഇനി നമുക്കൊരു ബേക്കിംഗ് ട്രേ റെഡിയാക്കി വയ്ക്കാം. ഞാനിവിടെ ഗ്ലാസിൻ്റെ ഒരു ബേക്കിംഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ബാറ്റർ ഒഴിച്ച് കൊടുക്കുമ്പോഴേ ഇതുപോലെയാണ് കൺസിസ്റ്റൻസി ഉണ്ടാവേണ്ടത്. ഇങ്ങനെ സ്ക്വയർ ഷേപ്പിലുള്ള ട്രേ ഇല്ലെങ്കിൽ സാധാരണ നമ്മൾ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്ന റൗണ്ട് ഷേപ്പിലുള്ള കേക്ക് ടിന്നായാലും എടുത്താൽ മതി. അധികം തിക്കായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. ഇതങ്ങനെ കേക്കിൻ്റെ പോലെ പൊന്തി വരില്ല. കറക്റ്റായിട്ട് ഇതുപോലെ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ അതിന് കണക്കാക്കിയിട്ടുള്ള തിക്നെസ്സിൽ ഒഴിച്ചു കൊടുക്കുക. അധികം തിക്കായിട്ട് ഒഴിച്ചു കൊടുത്താൽ ഇത് കുക്കായി കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഞാൻ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അത് അവിടെ ആയിട്ട് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഈ ഡാർക്ക് ചോക്ലേറ്റ് ഇല്ലെങ്കിൽ ചോക്കോ ചിപ്സ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. ഇട്ട് കൊടുത്തതിന് ശേഷം സ്പാച്ചിൽ വെച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ബ്രൗണിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ബേക്ക് ചെയ്യാനായിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തെടുത്ത നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഈ ട്രേ ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഒരു 30 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൻ്റെയും ലോ ഫ്ലെയിമിൻ്റെയും ഇടയിലായിട്ട് ഒരു 30 മിനിറ്റ് കൂടി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ടോട്ടൽ ഒരു 60 മിനിറ്റ് അല്ലെങ്കിൽ 65 മിനിറ്റിനുള്ളിൽ ഇത് കറക്റ്റായിട്ട് ബേക്കായി കിട്ടും. ഫ്ലെയിം ഒട്ടും തന്നെ കൂട്ടി വയ്ക്കരുത്. അപ്പോൾ അടിഭാഗം കരിഞ്ഞു പോവും. കുറച്ച് സമയം എടുക്കും ഇത് ബേക്കായി വരാനായിട്ട്. 1 മണിക്കൂറിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 10 മിനിറ്റ് കൂടി ഞാൻ ഈ പാനിൽ തന്നെ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് തുറന്നത്. ഇത് കറക്റ്റായിട്ട് ബേക്കായിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നമുക്കിനി ബട്ടർ പേപ്പർ എടുത്ത് മാറ്റാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ ഡയറക്റ്റ് കഴിക്കാം. അല്ലെങ്കിൽ ഇതിന് മീതെ ഞാൻ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാർക്ക് ചോക്ലേറ്റ് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബ്രൗണി നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. രണ്ടും നല്ലപോലെ ചൂടാറിയിട്ട് വേണം ഇതിന് മീതെ ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഇതിന് മീതെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ഇതിവിടെ മുഴുവനായിട്ട് ഒരു ലെയർ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ആക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ബ്രൗണി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കേക്കിൻ്റെ പോലെ നല്ല സോഫ്റ്റ് ആയിട്ടല്ല ഉണ്ടാവുക ബ്രൗണി, കുറച്ച് ഹാർഡായിട്ടാണ്. അപ്പോൾ ഒരു കത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. സ്ക്വയർ പീസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇത് ബേക്കായിട്ട് വരാൻ കുറച്ച് സമയം എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രൗണിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കണ്ടില്ലേ, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്.